മഹാലക്ഷ്മി സീരിയലിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്റെ മുറപ്പെണ്ണായ മഞ്ജു സാഗറിനൊപ്പം പോയതിന്റെ കലി അടങ്ങാനാവാതെ മേഘനാഥൻ സാഗറിനെ വകവരുത്താൻ തീരുമാനിക്കുകയാണ്. തന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ചിട്ട് അവനും അവളും അങ്ങനെ സുഖിക്കണ്ട എന്ന് മേഘൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് മേഘനാഥൻ കുറച്ച് ഗുണ്ടകളെ പോയി കാണുന്നുണ്ട്. സാഗറിന്റെ ഒരു ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഇവനാണ് ആള്, ഇവനെയാണ് വകവരുത്തേണ്ടതെന്നും പറയുന്നു. അപ്പോൾ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, ഇവനെ അങ്ങോട്ട് തട്ടിയേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല, അവൻ അങ്ങനെ പെട്ടെന്ന് മരിക്കരുത്, അവൻ ഇഞ്ചിഞ്ചായിട്ട് വേണം മരിക്കേണ്ടത്, അതും എൻ്റെ കൈകൊണ്ട് വേണമെന്ന് മേഘനാഥൻ പറയുന്നുണ്ട്. എന്നെ ചതിച്ചിട്ട് എൻ്റെ പെണ്ണിനെയും കൊണ്ട് കടന്നു കളഞ്ഞവനാണ് അവൻ, അവനെ അങ്ങനെ വെറുതെ ഒന്നും കൊല്ലാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ മേഘനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു സാറേ? ചെറുപ്പം മുതലേ സാറിനെ സ്നേഹിച്ചു വന്നൊരു പെൺകുട്ടിയല്ലേ അത്, പിന്നെ എങ്ങനെ സാറിനെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് കടന്നു കളയാൻ അവൾക്ക് തോന്നി എന്നെല്ലാം ചോദിക്കുകയാണ്. ഈ സാഗർ എന്ന് പറയുന്നവനെ നമുക്കറിയാവുന്നതല്ലേ, അവൻ്റെ ഗുണനിലവാരം എന്താണെന്നും നമുക്കറിയാം. പിന്നെ സാറിൻ്റെ ഭാര്യം ഇവനിപ്പം എങ്ങനെ പോയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്നും അയാൾ പറയുന്നുണ്ട്. മേഘൻ പറയുന്നുണ്ട്, അവൻ്റെ സ്വഭാവം നിനക്ക് പണ്ട് തൊട്ടേ അറിയില്ലേ, അവനാണെങ്കിൽ മറ്റുള്ളവരെ കുടുംബം കലക്കാനും അവരുടെ പെണ്ണിനെ പ്രേമിച്ച് വലയിലാക്കാനും അവൻ മിടുക്കനാണല്ലോ, അതിന് അവന് വേറെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാലും അവൻ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ കാരണം തന്നെയാണല്ലോ അവൻ ഈ നാട്ടിലേക്ക് വന്നതും. എന്നാൽ ഞാൻ മഞ്ജുവിനെ അങ്ങനെ വെറുതെ വിടില്ല, അവളെ ഞാൻ എൻ്റെ അരികിലേക്ക് തന്നെ കൊണ്ടുവരും, കാരണം അവൾ നിയമപരമായിട്ട് എൻ്റെ ഭാര്യ തന്നെയാണല്ലോ, അപ്പോൾ അവൾ എനിക്കൊപ്പം തന്നെയാണ് ജീവിക്കേണ്ടതും. സാഗർ എന്ന ചതിയനെ ഞാൻ ഇല്ലാണ്ടാക്കി മഞ്ജുവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നെല്ലാം മേഘം പറയുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനെയും കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടായിട്ട് കരുണ പറയുന്നുണ്ട്, കമലേശ്വരൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുന്നില്ലേ, ഇപ്പം ദാ മഞ്ജു ആണെങ്കിൽ മേഘേട്ടനെ വിട്ടിട്ട് ആ സാഗർ എന്ന് പറഞ്ഞ വൃത്തിയേട്ടവൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഈ സാഗർ എന്നവനെ ഇറക്കിയതും മേഘേട്ടൻ തന്നെയാണ്. മേഘേട്ടനാണെങ്കിൽ മഹാലക്ഷ്മിയെ വെച്ച കെണി ഇപ്പോൾ സ്വന്തം ഭാര്യയെ തന്നെയാണ് അവൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതെന്നെല്ലാം പറയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മേഘനോട് ഇത്രയും വലിയ ചതി മഞ്ജു ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അത് എന്തോ മേഘേട്ടൻ എന്തോ അവളെ ചതിച്ചു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ആ മേഘനാഥനാണെങ്കിൽ ആ സാഗറിനെയും മഞ്ജുവിനെയും വെറുതെ ഒന്നും വിടാനൊന്നും പോകുന്നില്ല. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മഞ്ജുവിനൊന്ന് കൊട്ട് കിട്ടുന്നത് നല്ലതാണ് അച്ഛാ, അവൾക്ക് കുറച്ചിപ്പോൾ സഹതാപം കൂടിയിരിക്കാം മഹാലക്ഷ്മിയോടും കണ്ണനോടെല്ലാമായിട്ട്, അവരോടുള്ള ഇഷ്ടം കാണിക്കുന്നത് കാരണം എനിക്ക് പഴയ പോലെ മഞ്ജുവിനെ ഇപ്പോൾ ഇഷ്ടമില്ല എന്നെല്ലാം പ്രതാപനോടായിട്ട് കരുണ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കണ്ണനാണ് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഈ മഞ്ജുവിനെ എങ്ങനെ തോന്നിയടോ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം ചെയ്യാൻ, അത് വേറെ ആരോ പോലെ സാഗറിനോടൊപ്പം പോയതിൽ എനിക്ക് വളരെയേറെ വിഷമമുണ്ട്, ആ മേഘനെ പോലെ മറ്റൊരുത്തനല്ലേ ഈ സാഗർ എന്ന് പറയുന്നവനും, ആ സാഗർ എന്ന് പറയുന്നവൻ ഇത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്കും തനിക്കും എല്ലാം നന്നായിട്ട് അറിയാവുന്നതല്ലേ, ആ മാർക്കോനെ വരെ കബളിപ്പിക്കാൻ അവന് സാധിച്ചല്ലോ ആ സാഗറിന്, അതുകൊണ്ട് തന്നെ സാഗറിനോടൊപ്പമുള്ള ജീവിതം എൻ്റെ അനിയത്തിക്ക് ശാശ്വതമല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് കണ്ണൻ പറയാണ്. അങ്ങനെ മഹാലക്ഷ്മിയാണ് കണ്ണനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.